നിങ്ങൾക്ക് ഇവിടെ ചിലർക്ക് അറിയാവുന്ന രീതിയിൽ അദ്ദേഹം ഏകദേശം 22 വർഷത്തോളം ദ വീക്ക് എന്ന മാസികയുടെ കേരള കറസ്പോണ്ടന്റ് ആയിരുന്നു മനോരമയിൽ. കൂടാതെ നിരവധി സിനിമകൾക്ക് തിരക്കഥ എഴുതുകയും 26-27 നോവലുകൾ എഴുതുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞങ്ങളെ ഈ ചടങ്ങിൽ ആദരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ഞങ്ങളുടെ ക്ലാസ്മേറ്റാണ് ശ്രീമാൻ ബെന്നി ആശംസ എന്ന് അറിയപ്പെടും. അദ്ദേഹം നെടുങ്ങാടുപള്ളിക്കാരനാണ്. പേടത്തോൽ കുടുംബത്തിലാണ് അവന്റെ അമ്മ. നെടുങ്ങാടുപള്ളി പേടത്തോൽ കുടുംബത്തിലാണ് മാമൂലിയാണ് താമസം. അദ്ദേഹം മലയാള സിനിമയിലെ ഒരു സിനിമാ സംവിധായകനാണ്. നിരവധി സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ ആദരിക്കുന്നത് ഞങ്ങൾക്കൊരു എന്താണ്, നമുക്കൊരു പ്രിവിലേജാണ്. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു സിനിമാ സംവിധായകൻ അദ്ദേഹത്തെ ഇന്ന് നമ്മൾ ആദരിക്കുകയാണ്. ഇന്നത്തെ ആൾക്കാർക്ക് ഈ പ്രതിഭ കോളേജ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തെ ആർക്കും മറക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ അദ്ദേഹത്തിന്റെ ശിഷ്യത്തെ വേണം ജോസാറിന്റെ ശിഷ്യത്തെ കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. അദ്ദേഹത്തിനുണ്ട് ജോസാറിന്റെ അദ്ദേഹത്തെ നമ്മളെ ഇന്ന് ഈ രീതിയിൽ ആദരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവസാനമായിട്ട് പറയാനിരിക്കുന്നത് കാരുണ്യ ബിജുവിനെയാണ്. ബിജുവിനെ ഞാൻ പരിചയപ്പെടുന്നത്. ബിജു എന്ന് പറയുന്ന പ്രസ്ഥാനം നമുക്കത് ചിന്തിക്കാവുന്ന പ്രസ്ഥാനമാണ്. നമുക്ക് അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇവിടെ കൂടിയ എല്ലാ മെമ്പേഴ്സിനും കുടുംബങ്ങൾക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. ഇന്ന് അദ്ദേഹം വളരെ സൗമ്യനാണ്. പ്രായം ആധിക്യമായി എങ്കിലും ഇന്നും ആ ഓർമ്മകളൊന്നും പോകാതെ അദ്ദേഹത്തിനെ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്യാനായി വീട്ടിൽ പോയിരുന്നു. വളരെ സരസമായി ഒരു കാര്യങ്ങളും മറക്കാതെ അന്നത്തെ ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളും കെട്ടിപ്പോയി. ഓർക്കാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ ഈ കൂട്ടായ്മ ഞങ്ങൾ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ അനുകുമാർ നിർദ്ദേശിച്ച പേര് ജവാൻജിയുടെ ആയിരുന്നു. കാരണം അദ്ദേഹത്തെ ലോകം അറിയണം. നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ 65 കാലഘട്ടത്തിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ അന്നത്തെ ടെലികമ്മ്യൂണിക്കേഷൻ സെക്ഷനായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. യുദ്ധം മുന്നേറിയപ്പോൾ ആ ആപൽഘട്ടത്തിൽ അത് 4 പേരെ ടീം ക്യാപ്റ്റൻ അദ്ദേഹമായിരുന്നു. അവിടെ അദ്ദേഹത്തിന്റെ ജീവൻ പോലും ത്യജിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ടെലികമ്മ്യൂണിക്കേഷൻ പുനഃസ്ഥാപിക്കുകയും ഇന്ത്യ ആ യുദ്ധം മുന്നേറുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. അതൊക്കെ നമുക്ക് അഭിമാനകരമാണ്. ഇന്ന് ഇന്ത്യയിൽ അദ്ദേഹത്തിനെ ഓർമ്മിപ്പിക്കുവാൻ അമൃത്സർ അതുപോലെ പഞ്ചാബ് പല സ്ഥലങ്ങളിലും ഔപചാരികമായ പല ഓർമ്മ കുറിപ്പുകളും ബിൽഡിങ്ങുകളുണ്ട്, റോഡുണ്ട്, കെനിയോൺ റോഡുണ്ട്, ഒക്കെ ഉണ്ട്. നമുക്കുള്ളത് നമ്മുടെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ ഒരു ഫലകം മാത്രമാണ്. എല്ലാവർക്കും അറിയാം, ഇപ്പം പഴയ സ്റ്റേഷൻ. പക്ഷെ അതിനൊക്കെ നമ്മളെ ഒന്ന് ഓർക്കുന്നത് അദ്ദേഹത്തിനെ എന്നും ഓർമ്മിക്കുക. ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിലെ ഇത്ര ഒരു വീരചക്ര ജേതാവ് ബഹുമാനപ്പെട്ട ജവാൻജി മാത്രമേ ഉള്ളൂ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പൊ അദ്ദേഹത്തിനെ ഓർമ്മിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചത് ഉചിതമാണ് ഞങ്ങൾ കരുതുന്നത്. ബഹുമാനം അദ്ദേഹത്തിനോട് ഞങ്ങൾ നേരിട്ട് തന്നെ ഇവിടുത്തെ എക്സ് സർവീസ്മാൻ യൂണിറ്റിനോട് പറയുകയുണ്ടായി. അവരൊക്കെ സഹകരിച്ചു. കളക്ടറേറ്റിൽ ഞങ്ങൾ പരാതി കൊടുത്തു. പരാതിയല്ല, ഒരു അപേക്ഷ കൊടുത്തു. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട്, അദ്ദേഹത്തിന്റെ എന്നും ഓർക്കുവാനായി ഏതെങ്കിലും സർക്കാർ ഓഫീസിനോ റോഡിനോ ഔദ്യോഗികമായി പേര് നൽകണമെന്ന് ഞങ്ങൾ പറഞ്ഞു. അതിൽ പ്രകാരം നമ്മുടെ സബ് കളക്ടർ അതിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഒക്കെ ചെയ്ത് ഞങ്ങൾ പ്രത്യേക ഒരു വായ്പയാണ് ചെയ്യുന്നത്. അതിന് നടക്കുന്ന പ്രദേശമുണ്ട്. ഇപ്പൊ കുന്നന്താനം ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ഈ പ്രോഗ്രാം ഞങ്ങളിങ്ങനെ ആയതിനു ശേഷം അദ്ദേഹം തന്നെ പഞ്ചായത്ത് അംഗമായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ആബ്രിക്കപ്പടി തട്ടുപാറ റോഡിന് ഔദ്യോഗികമായി പേരിടാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിന് നമ്മുടെ വിജയമായി ഞങ്ങൾ കണക്ക് കൊടുത്തു. അപ്പൊ എന്നും ഓർക്കുവാൻ ജവാൻജി നമുക്കൊക്കെ അവസരമാണ്. വളരെ സ്നേഹത്തോടുകൂടി ആദരവോടും ബഹുമാനത്തോടും ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു സൈനികൻ എന്ന നിലയിൽ ബഹുമാനത്തോടെ ജവാൻജിയെ ആദരവോട് സ്വാഗതം ചെയ്തു. വീട് അദ്ദേഹം പഠിക്കുന്ന കാലം മുതലേ ബുദ്ധിജീവിയായിരുന്നു. വളരെ സ്നേഹവും സൗമ്യമുള്ള ഒരാൾ. ഒത്തിരി വീട് നാളല്ല, അന്നും ഇന്നും അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ വീടും നിരവധി അദ്ദേഹം സിനിമാ ലോകമാണ് അദ്ദേഹത്തിന്റെ ബന്ധം. പക്ഷെ വീക്ക് എന്ന മനോരമ വാരികയുടെ ചീഫായിരുന്നു ദീർഘകാലം അദ്ദേഹം ഔദ്യോഗികമായി. ഇപ്പോൾ അദ്ദേഹം കലാപരമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുക, സംസ്ഥാന തലത്തിലും നമ്മുടെ രാജ്യാന്തര തലത്തിലുമൊക്കെ നിരവധി അവാർഡുകൾ നേടിയ ഒരു മാന്യദേഹമാണ് ശ്രീ വിനയ് ബെഹ്റ.
വിനോദ വളരെ സ്നേഹത്തോടുകൂടി ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്ത ശ്രീ ബെന്നി ആശംസ. ബെന്നി നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഒരു തട്ടുന്ന ആളായിരുന്നു. ബെന്നിന്റെ മാമൂലിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളൊക്കെ മുപ്പൂരിയസ് ആണ്. ജോലി സാർ എപ്പോഴും പറയും മുപ്പൂരിയന്മാരെ കളിയാക്കും, ഞങ്ങൾക്ക് പുരോഗമനമില്ല, ഞങ്ങൾ കാളവണ്ടി കണ്ടാണ് വെട്ടം കാണുമെന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അത് മാമൂലിൽ നിന്ന് വരുന്ന ശ്രീ ബെന്നിയും ലൂയിസും മാത്രമേ ഉള്ളായിരുന്നു. ഇവന്മാരുടെ പുറത്താണ് ഞങ്ങൾ അടിച്ച് തട്ടിക്കളിച്ചിരുന്ന കാലം അതൊക്കെ ഓർക്കുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹം സിനിമാ ലോകത്തിന്റെ മാസ് മാനേജരാണ്. 5 സിനിമ സംവിധാനം ചെയ്തു. അന്ന് സ്വന്തമായിട്ട് സ്റ്റുഡിയോ മാമൂലിയുണ്ട്. ബെന്നി ആശംസ ഞങ്ങളോർക്ക് സുഹൃത്തായി ഇന്നും ഒരേപോലെ വളരെ ആത്മാർത്ഥോടെ സഹകരിക്കുന്ന ബെന്നിയെ ഈ ഔപചാരിക സ്റ്റേജിൽ സ്വാഗതം ചെയ്യുന്നു. ബിജു കാരുണ്യഭവനാണ്. ബിജു കാരുണ്യഭവനെ ലോകം അറിയുന്ന ഒരു വ്യക്തിയാണ്. കാരണം നമ്മുടെ സുഹൃത്ത് നിലനിൽക്കുന്ന അഭിമാനമുണ്ട്. അദ്ദേഹം 300-ൽ പരം മാനസികമായി പരിചയമുള്ള നമ്മളോടൊപ്പമുള്ള സുഹൃത്തുക്കളെ പരിപാലിക്കുന്ന കാരുണ്യ ഭവൻ എന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ട്രസ്റ്റിയാണ്. ഞങ്ങളുടെ സുഹൃത്തുക്കൾ പോകാറുണ്ട് പലപ്പോഴായിട്ടും. അദ്ദേഹത്തിന്റെ മാനസികമായ ആ ഒരു അടുപ്പം ഈശ്വര ചൈതന്യത്തിന്റെ പ്രതിനിധിയായിരിക്കും. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയും ഇവരെയൊക്കെ വളരെ കാര്യമായി പരിഗണിക്കുകയാണ്. അവരാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമില് പ്രത്യേകമായി ബാൻഡ്മേളവും മറ്റ് പ്രോഗ്രാം നടത്തിയവരൊക്കെ അവിടുത്തെ ജീവനക്കാരാണ്. മറ്റവരൊക്കെ അദ്ദേഹത്തിന്റെ അധീനത്തിലുള്ള നമ്മുടെ കുട്ടികളാണ്. കുട്ടികൾ തന്നെ വിളിക്കുന്നത് ഞങ്ങളത് അതിശയം തോന്നി. 65-70 വയസ്സുള്ള പ്രായമുള്ള ആൾക്കാരെ അവരെ കുട്ടികൾ തന്നെ വിളിക്കുന്നത്. നമ്മുടെ ബഹുമാനായ മാവേലി അദ്ദേഹം മലപ്പുഴയിലെ പ്രഗത്ഭനായ ഒരു വ്യക്തിത്വ ആളാണ്. അദ്ദേഹം സ്നേഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പം ബിനുവിനെ വളരെ സ്നേഹത്തോടുകൂടി ഔപചാരികത്തിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നലോപയ സാർ എത്തിക്കൊണ്ട് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഹിന്ദി പഠിപ്പിച്ച് അന്നത്തെ ചിരിക്കുന്ന മുഖത്തോടുകൂടി അന്നുണ്ടായിരുന്ന തങ്കമ്മ സാറിന് ഇന്നും ചിരിയാണ് ടീച്ചറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ സ്നേഹപൂർവ്വം ടീച്ചറിനെ ആദരം സ്വീകരിക്കാൻ വേണ്ടി ഇവിടേക്ക് ക്ഷണിച്ചു. അടുത്തായി സ്വാഗതം പറയുന്നത് നമ്മുടെ ജോസാറാണ്. പ്രതിഭ കോളേജ് എന്ന പല പരാജയത്തിന്റെയും വിജയത്തിന്റെ സോപാനത്തിലേക്ക് ഉയർത്തിവിട്ട നെടുങ്ങാടപ്പള്ളിയിലെ പ്രശസ്ത സ്ഥാപനമായിരുന്നു പ്രതിഭ കോളേജ്. അന്ന് ജോസാറിന്റെ ഒരു ലാംബി സ്കൂട്ടറാണ് ഉണ്ടായിരുന്നത്, എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹം ഇന്ന് ഔദ്യോഗിക വിട്ടു. ഭാര്യയും അദ്ദേഹം മാത്രമേ വീട്ടിലുള്ളൂ. ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നു. 2 മക്കളും കാനഡയിലാണ്. പക്ഷെ അന്നുണ്ടായിരുന്ന, അതായത് നമ്മള് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന ലാംബി സ്കൂട്ടർ ഇന്നും അദ്ദേഹത്തിന്റെ വീട്ടിൽ മക്കളെ കളയാൻ ഓർമ്മയ്ക്കായി വെച്ചിരിക്കുകയാണ്. കാരണം ആ കുഞ്ഞുങ്ങളെയൊക്കെ അദ്ദേഹം നേഴ്സറി കൊണ്ട് വിട്ടിട്ടാണ് പ്രതിഭ കോളേജിൽ വന്നിരുന്നത്. ആ സ്കൂട്ടർ പിള്ളേരെ മാറ്റേണ്ട, കളയേണ്ട, ആ ഓർമ്മയ്ക്ക് ഇന്നും സൂക്ഷിക്കുന്ന ആ ജോസാറിനെ വളരെ സ്നേഹപൂർവ്വം ആദരവോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത CMS ഹൈസ്കൂളിലെ ഇപ്പോഴത്തെ ചീഫായ ഹെഡ്മാസ്റ്റർ ശ്രീ സാറിനെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെയൊക്കെ അധ്യാപകരായിരുന്ന തങ്കമ്മ ടീച്ചറെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടു കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ലീലാമ്മ തോമസ് നമ്മുടെ കെമിസ്ട്രി നമുക്കാർക്കും അറിയാത്ത സബ്ജക്റ്റ് ആയിരുന്നു. അന്നും വളരെ സൗമ്യ മനസ്സോടെ, അന്നും ടീച്ചറിന് ഒത്തിരി സംസാരമില്ല, ഇന്നും സംസാരമില്ല, ചിരിക്കുന്ന മാത്രം. ലീലാമ്മ ടീച്ചറ് ഞങ്ങളുടെ വീട്ടിൽ പോയി കണ്ടിരുന്നു. വളരെ സ്നേഹത്തോടെ ഏറ്റവും ആദരവോടുകൂടി ലീലാമ്മ ടീച്ചറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. എക്സ് സർവീസ് മെമ്പറുടെ സംഘടനയുടെ സെക്രട്ടറി ശ്രീ രാജൻ മാത്യു സാർ എത്തിയിട്ടുണ്ട്. രാജൻ മാത്യു സാറിനെ വളരെ വലിയ ബഹുമാനത്തോടുകൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു.
സെപ്റ്റംബർ 6-ാം തീയതി ഞങ്ങൾ പാകിസ്ഥാനിൽ കടന്നു. ഇന്ന് 7-ലെ ഞങ്ങൾ പാകിസ്ഥാനിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും എന്റെ സ്നേഹാഭിവാദ്യം. നമ്മുടെ ജോജി തന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ ഇത് ഒരു ഓഡിയോ ലഗ്നമായി നെടുങ്ങാളപ്പള്ളി ദേശം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഈ കൂട്ടായ്മയൊക്കെ ചേർന്ന് നൽകുന്ന ഒരു ഓഡിയോ ലഗ്നമായിട്ട് ഈ ശ്രേഷ്ഠ പുരസ്കാരത്തെ ഈ ഘടകത്തെ കൊണ്ടാടിയൊക്കെ ഞാൻ സ്വീകരിക്കുകയാണ്. ജീവിതത്തിൽ വിലപ്പെട്ട തന്റെ ജന്മനാട്ടിൽ ഒരു കിട്ടുക പുരസ്കാരം കിട്ടുക ഒരു അംഗീകാരം കിട്ടുക എന്നുള്ളത് വളരെ അങ്ങേയറ്റം വിലപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെയൊക്കെ നേരെ അംഗീകാരങ്ങൾ പഠിച്ച ഈ കൂട്ടായ്മ സംഘടിപ്പിച്ച് 78-79 കാലഘട്ടത്തിലെ നിങ്ങൾ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ നിങ്ങളുടെ നേരെ അംഗീകാരം സ്കൂളിൽ പഠിച്ച് 80-81 കാലഘട്ടത്തിലാണ് ഞാൻ അവിടെ SSLC പാസ്സാകുന്നത്. അപ്പോൾ പഠിച്ച വിദ്യാർത്ഥിയാണ്. നിങ്ങളൊക്കെ നേരെ മൂന്ന് ചേട്ടന്മാരും ചേച്ചിമാരും വേണമെങ്കിൽ പറയാം. നിങ്ങൾ 10 പേര് പിന്നീട് പല രീതികളിൽ പ്രത്യേകിച്ച് സാമൂഹികമായിട്ട് അതിൽ സാമൂഹികമായിട്ട് പിന്നീട് കോളേജിലുള്ള കാലഘട്ടത്തിലൊക്കെ മുമ്പോട്ട് പോയി ഈ സാമൂഹികമൊക്കെ 5 വർഷങ്ങളോളം കോളേജിലേക്ക് ഞാൻ ഒരുമിച്ച് പോവുകയും ബസ്സിൽ പോവുകയും ചെയ്ത് വളരെ രസകരമായിട്ടുള്ള ഓർമ്മകൾ എത്രയോ അനുഭവങ്ങളുണ്ട്. ഈ നെടുങ്ങാളപ്പള്ളി ദേശവും CMS സ്കൂളും ഒക്കെ എന്റെ കഥകളിലും നോവലുകളിലും തിരക്കഥകളിലും സിനിമകളിലും ഒക്കെ എല്ലാവരുടെ എഴുത്തുകളിലും ഒക്കെ എപ്പോഴും കടന്നു വരുന്ന ഒന്നാണ് പല പ്രചോദിപ്പിക്കുന്ന പലതരത്തിലുള്ള അനുഭവങ്ങളും ഓർമ്മകളും ആ കാലഘട്ടം ഇപ്പോഴും എന്നിൽ നിറച്ചുകൊണ്ടിരിക്കുന്നു. അതില് ഈ നെടുങ്ങാളപ്പള്ളി കവലയും രാമപിള്ളച്ചന്റെ കളിയും അതുപോലുള്ള പല ജവാൻപിള്ളച്ചന്റെ കളിയും ജവാൻപിള്ളച്ചനൊക്കെ എന്റെ കഥാപാത്രങ്ങളാണ്. രാമപിള്ളച്ചേട്ടനും ഒക്കെ എന്റെ കഥകളിലെ കഥാപാത്രങ്ങളാണ്. അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല, അദ്ദേഹം അറിയാതെ ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പലരും ഇതാണ് എപ്പോഴും എന്റെ ഈ സംഘ ജീവിതത്തിൽ എപ്പോഴും കുടിച്ചു നിൽക്കുന്ന ഒന്നാണ്. ഒപ്പം തന്നെ പഠിപ്പിച്ച അറിയാവുന്നത് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള ലീലാമ സാറുണ്ട്, പരമൂരി സാറുണ്ട്. എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അന്ന് ആ കുട്ടിയെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് ധാരാളം ഓർമ്മകൾ, വളരെ രസകരമായിട്ടുള്ള കൗതുകമായിട്ടുള്ള ധാരാളം ഓർമ്മകളെ കുറിച്ചൊക്കെയുണ്ട്. അതേപോലെ ജോസാറ് പ്രതിഭ ജോസഫിലാണ്. പ്രതിഭയിൽ ഞാൻ 10ാം ക്ലാസ്സിലെ ഗണിതം മാത്സ് ശരിക്കും പറഞ്ഞാൽ അതിലെ ഏറ്റവും മനോഹരമായിട്ട് പരീക്ഷ എഴുതാൻ ജോസാറിന്റെ സംഭാവനയാണ്. എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് 194 മാർക്ക് സ്വപ്നത്തിനപ്പുറത്തെ മാർക്കാണ് ജോസാറിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയ പ്രതിഭ കൊണ്ട് തന്നെയാണ് സാധിച്ചത്. ഇതിനൊക്കെ ഞാൻ പിൽക്കാലത്തായി തീർന്ന ഒരു കലാകാരൻ എഴുത്തുകാരനായിരുന്നു. അതിന് എനിക്ക് വലിയ പ്രോത്സാഹനം നൽകിയ 2 അധ്യാപകരെ എടുത്തു പറയേണ്ടതുണ്ട്. TS തോമസ് സാറും കുഞ്ഞോണ്ടി സാറും. ഈ 2 അധ്യാപകരും അവര് എന്റെ ആ കാലഘട്ടത്തിൽ ആ 3 വർഷങ്ങളിൽ അന്ന് എല്ലാ വർഷവും നടക്കുന്ന സ്കൂൾ യുവജനോത്സവത്തിൽ കലാലയത്തിലേക്ക് അന്ന് 1ാം സ്ഥാനം 3 വർഷവും കിട്ടാൻ കഴിയുന്നത് വലിയ കാര്യമൊന്നുമല്ല. കാരണം നമ്മൾ വലിയ മത്സരമൊന്നും ഇല്ലായിരുന്നു. അത് വേറെ എങ്കിലും ആ 3 വർഷങ്ങളിൽ അത് നേടാൻ കഴിയുന്നത് TS തോമസ് സാറായിരുന്നു. ഓരോ വർഷവും അതിന്റെ വിഷയം ആ കലാലയത്തിലേക്കുള്ള വിഷയം വരുന്നത്. അതുപോലെ ചില വിഷയങ്ങൾ പോലും ഞാൻ ഇപ്പോഴും ഓർക്കുന്നില്ല, കൂടുതൽ സമയം എടുക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെയാണ് അത് അങ്ങേയറ്റം അദ്ദേഹമായിട്ടുള്ള ഇടപെടലിൽ ഞാൻ ജീവിതത്തിൽ ആദ്യം കാണുന്ന വലിയ എഴുത്തുകാരൻ, ആദ്യത്തെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകനായ TS തോമസ് സാർ, നോവലിസ്റ്റ് ആയിട്ടുള്ള TS തോമസ് സാർ. അപ്പൊ അതൊക്കെ എനിക്ക് അമ്മയെ അദ്ദേഹത്തെ അറിയാം, ആ രീതിയിൽ അറിയാം അദ്ദേഹം തന്നിട്ടുള്ള പ്രോത്സാഹനം. അതേപോലെ കുഞ്ഞോണ്ടി സാർ, അദ്ദേഹം സൺഡേ സ്കൂളില് നിരവധി വർഷങ്ങൾ ആ കാലഘട്ടങ്ങളിൽ എല്ലാ CMS അവിടുത്തെ സൺഡേ സ്കൂളില് നാടകം അവതരിപ്പിക്കുമ്പോൾ ഞാനായിരിക്കും അതിലെ നായക നടനായിട്ട് മാറുന്നത്. അത് എനിക്ക് 7 വർഷങ്ങൾ തീരെ ജവാൻ മരക്കഴുത പേരുപോലെ ഞാൻ ഇപ്പോൾ നോക്കുന്ന നാടകങ്ങളൊക്കെ ആ നാടകങ്ങളിലെ മിക്കവാറും ഒരു വളരെ ബൈബിൾ സംബന്ധമായിട്ടുള്ളത് അല്ലെങ്കിൽ സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ള ആ നാടകങ്ങളിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ പിൽക്കാലത്ത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കലയിലേക്കും നോവലിലേക്കും സിനിമയിലേക്കും ഒക്കെ എത്തിച്ചേരുമ്പോൾ ശരിക്കും സ്വാധീനം എന്ന് പറയുന്നത് അത് പറഞ്ഞ് തീർക്കാനാവാത്തതാണ്, കടപ്പാട് പറഞ്ഞ് തീർക്കാനാവാത്തത്. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി ഈ വേദിയിൽ എത്തുമ്പോൾ വളരെ വിനീതമായിട്ട് സ്നേഹപൂർവ്വം നിങ്ങളുടെ ഓർക്കുകയാണ്. ഒരിക്കൽ നിങ്ങളുടെ ഈ കൂട്ടായ്മ മനോഹരമായിട്ടുള്ള കൂട്ടായ്മ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ശ്രദ്ധിക്കുകയാണ്. എത്ര സന്തോഷം
പ്രസംഗിച്ച് മുട്ടുപറച്ച് പകുതിയായപ്പോൾ ഞാൻ പ്രസംഗം നിർത്തുമ്പോൾ എന്നെ കളിയാക്കിയ ആളാണ് സാബു. സാബുവിനോട് പകരം വേണ്ടി സത്യത്തില് ഇതിന്റെ വിവാഹ വർഷമാണ്. ഭാര്യ സ്ഥലത്തില്ല എങ്കിലും ഞാൻ വളരെയധികം സന്തോഷിക്കും. മറ്റൊന്നുകൊണ്ടുമല്ല, എന്റെ ജീവിതത്തിലെ ഏറ്റവും സുവർണ ലിപികളിൽ ഞാൻ എഴുതി ചേർക്കേണ്ട ഒരു ദിവസമാണ്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നെ വാരി പഠിച്ചിട്ട് പോകുന്നത്. അങ്ങനെയല്ല. പഠിപ്പിച്ച 2 അധ്യാപകരുടെ ഇടവും വലവും നമ്മൾ ഉറങ്ങിയപ്പോൾ നമുക്ക് വേണ്ടി ഉറങ്ങാതെ രാജ്യത്തെ കാവൽ ചെയ്ത ബേബിച്ചായന്റെ സാന്നിധ്യത്തിൽ ഒക്കെ ഇരിക്കാൻ കിട്ടുന്നൊരു ഭാഗ്യം. എത്ര പേർക്ക് ഈ ഒരു ഭാഗ്യം കിട്ടുന്നു എന്നുള്ളതാണ്. നമുക്ക് ചിലപ്പോൾ നമ്മുടെ പ്രോഗ്രാമിന് മന്ത്രിയെ കിട്ടിയത് വലിയ വിശിഷ്ട വ്യക്തിയിലേക്ക് കിട്ടും. പക്ഷേ നമുക്ക് വൈകാരികമായ ബന്ധമുള്ള ആൾക്കാരെ കിട്ടുമ്പോഴല്ലേ നമ്മളെ ആ പഴയ കാലത്തിലേക്ക് ഒന്ന് മടങ്ങിപ്പോകാൻ സാധിക്കുന്നത്. നമ്മുടെ ജോസാറുണ്ട്. ജോസാർ എന്നെ പഠിപ്പിച്ചാണ്. ഞാൻ ഫീസൊക്കെ കൊടുക്കുന്നത് എനിക്ക് അറിയത്തില്ല. സാറേ എനിക്ക് ചോദിക്കേണ്ട തന്നെ. പിന്നെ ഞാൻ ചെയ്ത സിനിമയുടെ പേരാണ് ദൈവത്തിന്റെ കയ്യൊപ്പ്. പ്രവാചകന്മാരിലാണ് ദൈവത്തിന്റെ കയ്യൊപ്പൊക്കെ പതിച്ചത്. ഞാൻ ദൈവത്തിന്റെ കയ്യൊപ്പ് പതിച്ചിട്ടുള്ള ബിജുവിനോട് നിന്നിട്ട് എനിക്കൊരു ചൈതന്യം തോന്നി. കാരണം ഈ അപൂർവങ്ങളിൽ അപൂർവം എന്നൊക്കെ പറയുന്ന പോലെ ഇവരെയൊക്കെ ഒപ്പം ഇരിക്കാനും നമ്മുടെ സുഹൃത്തുക്കളെ കാണാനും കിട്ടുക, അവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ ഒന്ന് ആദരിക്കുക എന്നുള്ളതിനേക്കാൾ അനുമോദിക്കുക എന്നുള്ള വാക്ക് ഞാൻ ചേർക്കുകയാണ്. കാരണം അത് കിട്ടുന്ന ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ്. എനിക്ക് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. സിനിമയ്ക്കല്ല, പത്രപ്രവർത്തന രംഗത്തേക്ക് ബാംഗ്ലൂർ ശ്രീനാരായണ സമിതിയുടെയും ഗോപിയിലേക്ക് അവാർഡ് കിട്ടുന്നത്. അതിങ്ങനെ അങ്ങേയറ്റം വരെ 10,000-5000 ആൾക്കാരെ ഇരിപ്പുണ്ടാവും. പക്ഷേ അതിനേക്കാൾ ഉപരി ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ ഒരു സമയമാണ്. തീർച്ചയായിട്ടും എൻ്റെ വീട്ടിൽ ഞാൻ ഇത് ഷീൽഡ് എടുത്തു വെക്കും. ഞാൻ എൻ്റെ മകനെ ഈ ഷാള ഇരിക്കുക എന്തെങ്കിലും ഒരിക്കൽ ഞാൻ ധരിക്കുമ്പോൾ ഞാൻ യാത്രയാകുമ്പോൾ എൻ്റെ പെട്ടിക്കുള്ളിലേക്ക് ഈ ഒരു ഷാളോട് വയ്ക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. വേറെ എനിക്ക് ആവശ്യപ്പെടാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതായിരിക്കും ആവശ്യപ്പെടുന്നത്. ഞാൻ അത്ര സന്തോഷിക്കുന്നു. ഞാൻ ഭയങ്കര വൈകാരികമായിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെപ്പള്ളിയോട് ഒരു പ്രത്യേകത എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠനും എൻ്റെ ഫാദറിൻ്റെ സഹോദരനും അറിയാം. അതിനേക്കാൾ ഒരു നമ്മുടെ വിനുമൻ, ഞങ്ങൾ വിനുമനാണ് വിളിക്കുന്നത്. എന്നെക്കാൾ കുറച്ച് പ്രായമുണ്ട്. കയ്യൊന്നുമല്ല കേട്ടോ, ഞാൻ കയ്യില്ലാത്ത കുഴപ്പമില്ല, പയ്യനാണ്. ബേബിച്ചനാശാൻ എന്നൊരാളാണ്. ഞാൻ ഫോട്ടോഗ്രാഫിയുടെ ബാല്യപാഠങ്ങൾ പഠിപ്പിച്ച എൻ്റെ ആശാനുണ്ട് പാപ്പച്ചൻ. ഇത് പാപ്പച്ചൻ കല്യാണം കഴിച്ചിരിക്കുന്നത് നമ്മുടെ കൂടെ ക്ലാസ്മേറ്റ് ആയിരുന്ന ബിൻസിയാണ്. ബിൻസിയോടുണ്ടോ? ഗുരുഭഗ്നിയെ കാണാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഗുരുഭഗ്നിയില്ല, മറ്റൊരാശാനായിരുന്നു ബേബിച്ചനാശാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എല്ലാവരും ബേബിച്ചനാശാൻ. ഈ ഒരു പരിധിവരെ എന്നെ സിനിമയിലേക്കും അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയിലേക്കും ഒക്കെ കൊണ്ടുവന്ന ബേബിച്ചനാശാനാണ്. കാരണം ആശാന്റെ സ്റ്റുഡിയോ കറിയിച്ചാലാണ്. ആ സ്റ്റുഡിയോയുടെ നേരെ എതിർവശത്താണ് കറിയിച്ചാൽ മോഡേൺ കേട്ടിലെ സിനിമകളുടെ പോസ്റ്റർ നോക്കി. അപ്പൊ ആ പോസ്റ്റർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫോട്ടോയുടെ ലൈനിങ്ങിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം എനിക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ എനിക്കത് സിനിമ, അതുകൊണ്ട് എനിക്ക് സിനിമ എന്നൊരു മേഖലയിലേക്ക് കുറച്ച് ഭ്രമം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ അദ്ദേഹം നല്ല രീതിയിൽ എഴുതുവാൻ, അദ്ദേഹം നന്നായിട്ട് എഴുതുന്ന സാധനം കുറച്ച് വച്ചുകൾ എഴുതി. പക്ഷെ അദ്ദേഹം എനിക്ക് ഒരിക്കൽ തന്ന ഒരു കഥ ഞാനൊരു പ്രസിദ്ധീകരണത്തിൽ കൊടുത്തു. അതിന് മികച്ച അവാർഡ് കിട്ടി. ആ അവാർഡിന് കിട്ടിയ പൈസ അദ്ദേഹത്തിന് അക്കൗണ്ടിൽ ഞാൻ ചോദിച്ചു, ആശാൻ എത്ര കിട്ടുന്നില്ല. കാരണം പുള്ളി ഒരു ഉദാസീനതല്ല, അനസന എന്നുള്ള ഇതിലാണ്. ഈ വിവേചനാശായിട്ടുള്ള സൗഹൃദത്തോടെ ഞാൻ വിനുമോനെ കാണും. വിനുമോൻ വിവേചനാശന്റെ അയൽവാസിയാണ്. അങ്ങനെ ഇതിനെ സിനിമയിലേക്ക് അല്ലെങ്കിൽ അത് ഞാൻ പറയാൻ പറ്റുന്നില്ല. അതിന്റെ പൈസ ചോദിക്കുന്നത് തന്നിട്ടില്ല. പറയാം. അപ്പൊ വിവേചനാശാൻ നമ്മളെ കഥ എഴുതാനും തിരക്കഥ എഴുതാനൊക്കെ പഠിപ്പിച്ചു. അസാധ്യമായ ലാംഗ്വേജ് അല്ല അദ്ദേഹത്തിന്. ഞാൻ എഴുതുന്ന അത്രയും ഭംഗിയാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ആശാൻ എന്തോ, ഞാൻ കഴിഞ്ഞ ദിവസം കിടക്കിങ്ങനെ അധ്യാപനത്തിൽ ആശാനെ വന്ന് കാണും. ആശാൻ എനിക്ക് ചെയ്തൊരു പ്രത്യേകത പറഞ്ഞു. കാരണം ഞാൻ അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോ ആക്കിയ സമയത്ത് കോട്ടയത്ത് ഞങ്ങൾ സാധനം വാങ്ങിക്കാൻ പോകുന്നത്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം 5 രൂപ തരും. ഈ 65 വയസ്സായാലും 75 വയസ്സോ 1.5 രൂപയ്ക്ക് മേളിൽ ടിക്കറ്റ് എടുക്കുന്നത് കണ്ടിട്ടില്ലാത്ത എന്നോട് ആശാൻ പറയുന്നത് റിസർവേഡിൽ ഇരിക്കാവുള്ളൂ. ആ 3 രൂപ ടിക്കറ്റാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി അദ്ദേഹം ബാക്കി 3 രൂപ. ഞാൻ നിശ്ചിതനായതുകൊണ്ട് 90 പൈസയ്ക്ക് മസാല ദോശ കഴിക്കും. ബാക്കി 60 പൈസ തിരിച്ചു കൊടുക്കും. അങ്ങനെ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഫോട്ടോഗ്രാഫിയിലേക്കും സിനിമയിലേക്കും തരാൻ ഇതിനെ ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു. ആ സമയത്താണ് ഞാൻ വിനുമോനെ പരിചയപ്പെടുന്നത്. ഇതിനെ ഞാനാണ് ആദ്യം സിനിമയിലേക്ക് തന്നെ ഞാൻ കാണുന്ന കാര്യം ഇങ്ങനെ പറയാറുണ്ടെങ്കിലും അങ്ങനെയുള്ള സ്നേഹമൊന്നുമില്ല, കാണിക്കുന്നില്ല. ഇതൊരു ഉദ്ദേശിച്ചിട്ട് അതിലുമില്ല. വൈകാതെ തരണമെന്നാണ് എൻ്റെ കാര്യം. ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി സുന്ദരകുട്ടനാണ് എപ്പോഴും. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് കുറച്ച് കാശ് കൊടുത്തിട്ട് ബന്ധിപ്പിക്കുള്ളൂ. ബുദ്ധിമാനായ ബിജു അവരുടെ രക്ഷപ്പെട്ടു. എന്തായാലും നിങ്ങളെയൊക്കെ കാണാൻ
ഉറക്കളച്ച അഹോരാത്രം എടുക്കണ്ട. ഞാൻ ഇപ്പോഴും പറയാനുണ്ട്, നിങ്ങൾ എന്നെ കൂടെ കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഏടെ ഇതൊന്നും കണ്ടില്ല വരട്ടാന്നാ പറയുന്നത്. എനിക്കറിയാം, ഞങ്ങളൊക്കെ ഇടളാം, അവർക്ക് മനസ്സിലായി ഞാൻ വന്നാൽ കുളവാക്കുന്നത്. എന്തായാലും അവർക്ക് നന്ദി നന്ദി നന്ദി. ഒത്തിരി സന്തോഷത്തോടെയാണ് കാരണം ഒരു വർഷം മുമ്പ് ഞങ്ങൾ എൻ്റെ മോൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ നോക്കുമായിരുന്നു എൻ്റെ മോൻ്റെ ഒരു കല്യാണം നല്ലതായാൽ എൻ്റെ കൂട്ടുകാരെ ഒന്ന് വിളിക്കണം. പക്ഷേ ഞാൻ 23 വയസ്സോടെ അവന് 32 വയസ്സുകളിൽ ബാധിച്ചു കല്യാണം നല്ലതായിരുന്നു. അപ്പോൾ എൻ്റെ പല കൂട്ടുകാരും മരിച്ചു വീഴും. പലരും ഞാൻ പറയാൻ ഒന്നിച്ച് പോകണം കാണണമെന്ന് ആ സമയമായപ്പോൾ പലരും ഒക്കെ പോയി. എന്നാലും കല്യാണം പെട്ടെന്ന് ഞാൻ അവിടെ ഇറങ്ങി. എൻ്റെ കൂട്ടുകാരുടെ വീടുകൾ എവിടാണെന്നോ ഒന്നും അറിയില്ല. 46 വർഷം മുമ്പ് ഞങ്ങൾ ഒന്നിച്ച് പോയി തീരുമാനമാണ്. എന്നാലും ഇവരെ കാണണമെന്നുള്ള എൻ്റെ ആഗ്രഹം. ഞാൻ അങ്ങനെയാണ് നെടുങ്ങാടപ്പള്ളിയിൽ വന്നു, സുധാകരൻ്റെ അടുക്കൽ വന്നു, അനിലിൻ്റെ അടുക്കൽ വന്നു. ഞങ്ങൾ കൂടി ആലോചിച്ചു. ഞാൻ 32 പേരെ എൻ്റെ കൂട്ടുകാരെ വെച്ചാൽ അങ്ങനെ ഞങ്ങളുടെ കൂടി ചെറുതായിട്ടൊന്ന് കൂടി ഇങ്ങനെയൊന്നും ആക്കാമോ എന്ന് വിചാരിച്ചല്ല ഇറങ്ങിയിരിച്ചത്. എന്നാൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരിക്കും. നമ്മൾ ആഗ്രഹിച്ചതിനനുസരിച്ച് ഉപരിയായിട്ട് ദൈവത്തോളം പരിപാലിച്ചു. ഈ പരിപാലനം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു സന്തോഷമാണ്. പിന്നെ ഇവര് കഴിഞ്ഞ മീറ്റിങ്ങൊക്കെ കൂടിയ സമയത്ത് എന്നെ അറിയിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഇരിക്കുമ്പോൾ ആരും പറഞ്ഞില്ല, ഞാനവിടെ അറിയുന്നില്ല. പക്ഷേ ഇവര് നോട്ടീസൊക്കെ വെച്ചപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങൾ അന്ന് ഉപയോഗപ്പെടുന്ന പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, ഇത് ഞങ്ങളിങ്ങനെ ഒന്ന് ആദരിക്കാനാണ് തീരുമാനിച്ചു. കാരണം നിന്നെ ഞങ്ങൾ ആദരിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ഈ നാട്ടിൽ നിന്നെ ആദരിക്കേണ്ടത്? അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെ എന്നെ ഒന്ന് ആദരിക്കണമെന്ന് അവരുടെ ഉള്ളുകൊണ്ട് ചിന്തിച്ചപ്പോഴും വിചാരിച്ചപ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. എന്നാലും ഞാൻ ഇങ്ങനെയൊരു ആദരവിനൊന്നും യോഗ്യതയുള്ളവനല്ല. എന്നിരുന്നാലും എൻ്റെ എളിയ പ്രവർത്തനങ്ങളുണ്ട്. എന്നെ ആദരിച്ച എൻ്റെ കൊച്ചു കൂട്ടുകാരോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അത്രമാത്രം നന്ദി സ്നേഹമാണ് നിങ്ങളുടെ ഓരോരുത്തരെയും കാണുന്നത്. എന്നാൽ ഈ മീറ്റിംഗ് എൻ്റെ കൂട്ടുകാരെ എല്ലാവരുടെയും വീടുകളിൽ പോകാനാണ്. എനിക്ക് സമയമില്ല, ഒത്തിരി പ്രശ്നങ്ങളൊക്കെയുണ്ട്. എന്നിരുന്നാലും സന്ധ്യാസമയങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മിക്കവാറും എല്ലാവരുടെയും വീടുകൾ അറിയാവുന്ന വീടുകളിൽ പോയി അവരുടെ വീടുകൾ കാണുകയും അവരുമായിട്ടൊക്കെ ഒന്ന് സന്തോഷിക്കാനും ഒക്കെ ദൈവമേയാണ്. അതെൻ്റെ വലിയ ഒരു സന്തോഷമായി തന്നെ ഞാൻ കാണുന്നു. അതൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ നമ്മളെ പറയാനുള്ളൂ, നമ്മുടെ കുട്ടികൾ ഇങ്ങനെ അവസാനിപ്പിക്കാതെ ഇനി വരുന്ന കാലങ്ങളിൽ നമുക്ക് ഒന്നിച്ച് കൂടാൻ അവസരങ്ങൾ കിട്ടുന്നത് രോഗികളായി കിടക്കുന്നത് പോകാനും മരണവീടുകളൊക്കെ പോകാൻ കഴിയുന്ന കുറച്ചക്കാലം നമുക്ക് ചെയ്യാൻ സാധിച്ചു. അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും ദൈവം ഇടയാക്കണം. അതുകൊണ്ട് ഇനി വരുന്ന കാലങ്ങളിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഒന്നിച്ചു കൂടാനും രീതികളൊക്കെ സംഘടിപ്പിക്കാനും ഒക്കെ ദൈവം ഇടയാകട്ടെ. ഇതിന്റെ പിന്നിലെ ഞങ്ങളെയൊക്കെ ചേർത്ത് നിന്ന് നമ്മുടെ അനിൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. അനിലിന് ഒത്തിരി ടെൻഷനാണ്. എല്ലാ കേരളത്തിൽ എങ്ങനെയാണോ ഒക്കെയാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞ അനിൽ മറന്നോളൂ, ഇതെല്ലാം നടക്കുവാനില്ലെന്ന് പറഞ്ഞാൽ അനിൽ സംഭവിക്കത്തില്ല. അനിൽ അങ്ങനെ നീണ്ടു നിറഞ്ഞിരിക്കുക. പക്ഷെ അനിൽ അങ്ങനെ നീളുന്നതോടുള്ളൂ ഞങ്ങളെല്ലാവരും ചേർന്ന് എല്ലാവരെയും പഠിക്കുകയും പറയുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന എത്ര പേരെ ഇവിടെ കൂട്ടി നല്ല മനോഹരമായ ഒരു ഉപായങ്ങളുമായി എടുക്കുവാൻ ദൈവം നമ്മളെ അനുവദിച്ചത്. അതുകൊണ്ട് എന്നെ ആദരിച്ച എൻ്റെ അധികാരങ്ങളുണ്ട്, എൻ്റെ കൂട്ടുകാർ എല്ലാവരോടും എൻ്റെ നന്ദി സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഒരു പ്രവർത്തനമല്ല, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന കുറച്ച് പാവപ്പെട്ട മനുഷ്യരുണ്ട്. അവരുടെ പ്രവർത്തനമാണ് ഞാൻ എനിക്കൂടെ ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് കാരുണ്യഭാവം മനോഹരമായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് അവർക്ക് കൂടി ആണെന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നടത്തുന്നു. ദൈവം